ഉൾപ്പെടുത്തിയെന്നതാണ്. നമ്മുടെ പല അന്യം നിന്ന് പോകുന്ന പല കലാരൂപങ്ങളും ഇപ്പോഴും നിലനിന്നു പോകുന്നത് യുവജനോത്സവ കലോത്സവ വേദികളിൽ മാത്രമാണ്. നാടൻ കലകൾക്കായി തൻ്റെ ജീവൻ തന്നെ ഒഴിഞ്ഞു വെച്ച് ഉദയം കുണ്ടൻകുഴി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഈ ഗോത്രകലകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുണ്ട്. കാസർഗോഡിൻ്റെ മാത്രം തനത് കലയായിരുന്ന യക്ഷഗാനമൊക്കെ തിരുവനന്തപുരം വരെയുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ പഠിച്ച് ചെയ്യുന്നതൊക്കെ ഈ കലോത്സവ വേദികളിൽ ഉൾപ്പെടുത്തിയതുകൊണ്ടാണ്. അതുപോലെ ഇനി നമ്മുടെ ഗോത്രകലകളും കുറേ കാലം ഇതുപോലെ ഇങ്ങനെ നിലനിന്നു പോയി യുവജനോത്സവ വേദികളിൽ അല്ലെങ്കിൽ കലോത്സവ വേദികളിൽ ഉൾപ്പെടുത്തിയത് വലിയ ഒരു വിപ്ലവകരമായ മാറ്റം തന്നെയല്ലേ? തീർച്ചയായിട്ടും എന്നേ ഉൾപ്പെടുത്തേണ്ട ഒരു കലയാണ്. കാരണം നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ സംസ്കാരത്തെ നമ്മളെങ്ങനെ നമ്മളായി എന്ന് പറയുന്ന ഒരു വലിയ ചരിത്രമാണ് മംഗലംകളിപ്പാട്ടുകൾ, പണിയാട്ടം, അതുപോലെ ഇരളാട്ടവും മറയൂരാട്ടവും ഒക്കെ. നാം വന്ന വഴിയെ എത്രമാത്രം ത്യാഗനിർഭരമായിരുന്നു നമ്മുടെ പഴമക്കാർ നമുക്ക് വേണ്ടി, എന്തൊക്കെ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടത്തിയെന്ന് പറയുന്ന കളികളാണ് ഇപ്പോൾ ഈ വേദിയിൽ അരങ്ങേറിയത്. കാസർഗോഡിൻ്റെ മംഗലംകളിയുടെ സംഘമാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്. ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷിനോജൊക്കെ ചേർന്ന്, രഘുവൊക്കെ ചേർന്ന് ഒരുക്കിയ കളിയാണിത്. മംഗലത്തിനാണ് കളിക്കുന്നതെങ്കിലും ഇതിൽ പറഞ്ഞു പോകുന്നതും ചെക്കനെക്കുറിച്ചോ പെണ്ണിനെക്കുറിച്ചോ എന്നുള്ള വർണ്ണനകളൊന്നുമല്ല. ഇവിടെ എങ്ങനെ ജീവിക്കുമെന്നുള്ളതാണ് പ്രാകൃതമായ ശിക്ഷാരീതി. അതിൽ സങ്കടങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, നിലവിളികളുണ്ട്, ഇണക്കങ്ങളും പിണക്കങ്ങളുമുണ്ട്. അതുപോലെ പ്രതിഷേധത്തിൻ്റെ ശബ്ദങ്ങളൊക്കെ മുഴക്കുന്ന പാട്ടുകളാണ് ഈ മംഗലംകളിയിലുള്ളത്. ഉദാഹരണത്തിന് ഉറികുട്ടിപ്പാള് എന്ന് പറഞ്ഞ് പാടുന്ന റിയൻ്റെ പലുറിയാണ്ട് ഉറികുട്ടിപ്പാള്, ഈ പാട്ട് എന്ന് പറയുന്നത് പണ്ട് തമ്പുരാക്കന്മാർ കീഴാളന്മാരോട് നടത്തിയൊരു ശിക്ഷാരീതിയാണ്. തെറ്റു ചെയ്തു എന്ന് തമ്പുരാൻ്റെ കണ്ണിൽ തോന്നിയ ആളുകളെ ഏതെങ്കിലും വലിയ തെങ്ങിനോ കുന്തത്തിനോ പിടിച്ചു കെട്ടി അവരുടെ കാൽച്ചുവട്ടിലേക്ക് ഇറുമ്പിൻ്റെ കൂട് വെക്കുകയാണ്. ആ ഇറുമ്പ് ശരീരമാസകലം കയറി ഇറങ്ങി കണ്ണിലും മൂക്കിലൊക്കെ കടിച്ച് അത് വ്രണമായി മാറുന്ന രീതിയിലുള്ള ശിക്ഷാരീതികൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ കേരളം ആകെ ഏറ്റുപാടുന്ന, ലോക മലയാളികൾ ഏറ്റുപാടുന്ന എള്ളുള്ളേരി എള്ളുള്ളേരി എന്ന് പറയുന്ന പാട്ട് അതൊരു വലിയ പ്രതിഷേധത്തിൻ്റെ സ്വരമാണ്. മാണിനാഗേരി എന്ന് പറയുന്ന ആളുടെ പെങ്ങൾ ഋതുമതിയാവുകയും ഋതുമതിയായതിനു ശേഷം ആഘോഷപൂർവ്വം കൊണ്ടാടേണ്ട സമയത്ത് ഈ മാണിനാഗേരി എന്ന് പറയുന്ന ആങ്ങള സ്ഥലത്തില്ല, ആങ്ങള നിർബന്ധമാണ് ആഘോഷത്തിന്. ദൂരെ എവിടെയോ അടിമവേലക്ക് തമ്പുരാക്കന്മാർ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആങ്ങളയെ തപ്പി കൂട്ടാളികൾ പല ഭാഗത്ത് പോകുന്നു. കാസർഗോഡ്, മൈസൂർ, അതുപോലെ വീരാജ്പേട്ടയൊക്കെ പോയി. ഈ നാടെങ്ങും അന്വേഷിച്ചിട്ടും അടിമവേലക്ക് പോയ മാണിനാഗരെ കണ്ടുകിട്ടാനില്ല. അങ്ങനെ മാണിനാഗരെ കണ്ടുകിട്ടാത്തതിലുള്ള തമ്പുരാനോടുള്ള പ്രതിഷേധമാണ് സ്വയം അടിച്ച് വേദനിപ്പിച്ച് അവർ പറഞ്ഞു തീർക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ. പിന്നെ മുന്നായി നെല്ല് കൊണ്ട് പുരുളിപ്പാട്ട്, പുരുളിക്കും വൈക വൈക പുരുളി പുരുളിക്കും വൈക വൈക, മുന്നായി നെല്ല് കൊണ്ടോ പുരുളി മക്കളെ പോറ്റുണ്ട്. അത് കൂലിയായി കിട്ടുന്ന മുന്നായി നെല്ല് കൊണ്ട് ഞങ്ങളങ്ങനെ മക്കളെ പോറ്റും, ഞങ്ങളങ്ങനെ ചപ്പ് വാങ്ങും, ഞങ്ങളങ്ങനെ അരി വാങ്ങുന്നൊക്കെ പറയുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണ് നമുക്ക് ഈ മംഗലംകളി പാട്ടുകളിലൂടെ പോയാൽ കാണാൻ കഴിയുക. നമ്മുടെ വർത്തമാനകാലത്തെ ചരിത്രത്തെ, ഒരു എഴുതപ്പെടാത്ത ചരിത്രമാണ് മംഗലംകളിയും അതിൻ്റെ പാട്ടുകളുമെന്ന് നമുക്ക് മംഗലംകളി പാട്ടുകളിലൂടെ നടന്നു പോയാൽ നമുക്ക് മനസ്സിലാവും. തുടിയാണ്. തുടി എന്ന് പറയുന്നത് തുടിപ്പ്, കിഴാളൻ്റെ നെഞ്ചിലെ തുടിപ്പാണത് അല്ലേ? പാട്ടിൽ തന്നെ പറയുന്നില്ലേ, എനിക്കിവിടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് പുറത്താക്കിയാലും ഞാൻ എൻ്റെ ശക്തി മൊത്തം തുടിയിലടിച്ച് തീർക്കുമെന്നുള്ളതാണ് പറയുന്നത്. തുടിയടിച്ച് അവൻ്റെ സങ്കടങ്ങളെ, അവൻ്റെ സന്തോഷങ്ങളെ, അവൻ്റെ പ്രതിഷേധങ്ങളെ ഒക്കെ അവനടിച്ചു പാടി കൊട്ടി തീർക്കും. അങ്ങനെ പഴമക്കാർ കൊട്ടിപ്പാടിയത് കൊണ്ടാണ്, അമർത്തി ചവിട്ടിയത് കൊണ്ടാണ് നമ്മളിന്നിങ്ങനെ ഏത് നിറമുള്ളവനും ഏത് നിറമില്ലാത്തവനും ഏത് ജാതിപ്പെട്ടവനും മതത്തിൽപ്പെട്ടവനും ഇവിടെ ജീവിച്ചു പോകുന്നത്. ആ പോയ വഴിയെ ഒന്ന് ഓർമ്മിപ്പിക്കുക, അത് നിർബന്ധമാണ്. അതിനെ ഇങ്ങനെ ഒരു കലാരൂപത്തെ, 5 കലാരൂപം, ഈ 5 കലാരൂപത്തെ ഇങ്ങനെ വേദിയിലേക്ക് എത്തിച്ച വിദ്യാഭ്യാസ വകുപ്പിനെ എത്ര അഭിനന്ദിച്ചാലും അല്ലേ
മതിയാവില്ല എന്നുള്ളതാണ്. തീർച്ചയായും പണിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി തുടങ്ങി 5 ഐറ്റങ്ങളാണ് ഇത്തവണ കലോത്സവം. അതൊരു വിപ്ലവകരമായ മാറ്റമായിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നതൊക്കെ സവർണറുടെ കളികളായിരുന്നു, തിരുവാതിരക്കളി പോലെ. അപ്പോൾ അതൊക്കെ ഒരു വിനോദത്തിന് വേണ്ടി ഉണ്ടായിരുന്നതാണ്, സമയം നേരം കൊല്ലാൻ വേണ്ടി ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇങ്ങനെ അരികവൽക്കരിക്കപ്പെട്ടവരുടെ കല വരുമ്പോഴാണ് അത് ജീവിതത്തിനോടുള്ള സമരവും പ്രതിഷേധവുമായി മാറുന്നത്. അത് നമ്മുടെ കുട്ടികൾ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് നമ്മൾ കാണേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, കുറേ കാലം ഇനിയും നിലനിൽക്കേണ്ടതാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ നികേഷ് താവത്തിനൊപ്പം KN വർഷ.